തൃശൂർ വരവൂർ പൂങ്ങോട് വനത്തിൽ വൻ അഗ്നിബാധ. കാഞ്ഞിരശ്ശേരി ഗ്രാമാതിർത്തിയോട് ചേർന്ന വനത്തിലാണ് തീപിടിച്ചത്. സൂരജ് സജി ഇപ്പോൾ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഉന്മേഷ്, ഒരു തരത്തിലും ഈ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത. ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ കാഞ്ഞിരശ്ശേരി ജനവാസ മേഖലയോട്, അതായത് ഗ്രാമാതിർത്തിയോട് ചേർന്ന ഈ വനത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ചെറിയ രീതിയിൽ ഉച്ചയ്ക്ക് തീ പടരുന്നത് കണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സ് എല്ലാം ചേർന്ന് തീ അടയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഫയർ ലൈൻ എല്ലാം ഒരുക്കിക്കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ഉച്ച മുതൽ തന്നെ ശ്രമം തുടങ്ങിയതാണ്. പക്ഷേ ഈ ദൗത്യമൊന്നും ഈ ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, രാത്രിയോടുകൂടി തീ വലിയ രീതിയിൽ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അൽക്കേഷ്യ പ്ലാന്റേഷനിലാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. വലിയ മരങ്ങളെല്ലാം തന്നെ മുറിച്ചു മാറ്റിയതിനാൽ വൻ നഷ്ടം ഒഴിവായിട്ടുണ്ട്. പക്ഷേ ഈ കൂടുതൽ ഉൾവനങ്ങളിലേക്ക് തീ പിടിക്കുന്നതാണ് ഈ പ്രതികൂലമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഈ വാഹനങ്ങളൊന്നും തന്നെ ഈ ഉൾവനത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ വെള്ളം ഉപയോഗിച്ച് ഒന്നും തന്നെ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർ ലൈനുകൾ ഒരുക്കിക്കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ രാത്രി സമയമാണ്, അതുകൊണ്ട് തന്നെ അതും ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ ഫയർ ലൈനുകൾ ഒരുക്കിക്കൊണ്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് തുടരുന്നത്. പ്രത്യേകിച്ച് മച്ചാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലാണ് ഈ മേഖല വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ എല്ലാം എത്തിച്ചുകൊണ്ട് ഈ മറ്റു മേഖലകളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അത് ഇപ്പോൾ ഈ വനംവകുപ്പും ഫയർഫോഴ്സും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുകയാണ്. ഉന്മേഷ്, ശരി. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്.